ഈ വർഷത്തെ നാദലയം പുരസ്കാരം പ്രഖ്യാപിച്ചു. സദനം ഹരികുമാറാണ് പുരസ്കാര ജേതാവ്. കോങ്ങാടുള്ള നൃത്ത കലാവിദ്യാലയമായ നാദലയം ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചു. സദനം ഹരികുമാറിനാണ് പുരസ്കാരം നൽകുക. കർണാടക കഥകളി സംഗീതജ്ഞൻ, കഥകളി നടൻ, ആട്ടക്കഥ രചയിതാവ്, മികച്ച അധ്യാപകൻ, ശില്പി തുടങ്ങി നിരവധി മേഖലകളിൽ പ്രമുഖനാണ് സദനം ഹരികുമാർ. ഇതാണ് ഇദ്ദേഹത്തെ അവാർഡിന് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് സംഘാടകർ വിശദീകരിച്ചു. മെയ് 1 അവാർഡ് വിതരണം ചെയ്യും. ഉദ്ഘാടനം കലാമണ്ഡലം വാസു പിഷാരടിയാണ് നിർവഹിക്കുക. വാർത്താസമ്മേളനത്തിൽ ഗോപി നാദലയ, ശിവദാസ്, രാമചന്ദ്രൻ മാസ്റ്റർ, എം ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ, കഥകളി സംഗീതജ്ഞൻ, കഥകളി നടൻ, വാദ്യകാരൻ, ശില്പി, അതിലെല്ലാം ഉപരി മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ സദനം ഹരികുമാർ അവരുടെയാണ് ഈ വർഷത്തെ നാദലയ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടി കോങ്ങാട് നാദലയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ യൂണിറ്റ് സമ്മേളനമാണ് നടന്നത്. CPM ഏരിയ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. CP ശശികുമാർ, ജാൻസി, N. കുമാരി, KP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാതല വിജിലൻസിന്റെ മോണിറ്ററിംഗ് യോഗം പാലക്കാട് നടന്നു. ചെയർമാൻ മേരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിജിലൻസ് കമ്മിറ്റിയുടെ ത്രൈമാസ യോഗം കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വിജിലൻസിൽ ലഭിക്കുന്ന പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് 3 മാസം കൂടുമ്പോൾ വിജിലൻസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. പുതിയ 9 പരാതികൾ ലഭിച്ചു. പുതിയ പരാതികൾ പരിശോധിച്ച് വകുപ്പ് മേധാവികൾക്ക് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കഴിഞ്ഞ യോഗത്തിലെ 36 പരാതികളുടെയും റിപ്പോർട്ട് ലഭിച്ചു. അതിൽ തന്നെ 3 പരാതികളിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ വിജിലൻസ് ഡിവൈഎസ്പി M. സുകുമാരൻ, വകുപ്പുതല മേധാവികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വക്കേറ്റ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കണം. ഒരു കംപ്ലൈന്റ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കുന്നത് ഞാൻ തൊടികൾ ഞാൻ എന്റെ പേരിൽ 5 പറ്റില്ല. ഇവർ ജനിച്ചു വളർന്നു പോലൊക്കെ അറിയാം. രക്തകൂട്ടുകാരൻ കുടുംബപരമായിട്ടും നിങ്ങൾക്ക് കോടതിയിൽ പറഞ്ഞപ്പെട്ട് അങ്ങനെ എല്ലാവർക്കും കോടതി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉൾപ്പെടെ 3 കോൺഗ്രസുകാർ കുറ്റക്കാരാണെന്ന UDF ഉപസമിതിയുടെ കണ്ടെത്തൽ പാലക്കാട് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. പെൻഷൻകാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പാലക്കാട് വിവിധ പെൻഷൻ സംഘടനകളുടെ പ്രതിഷേധം. KSRTC നഷ്ടത്തിലോടാൻ കാരണം അന്ധന്മാരും മുടന്തന്മാരുമാണെന്ന എളമരം കരീമിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. കർഷക കൂട്ടായ്മയായ പീപ്പിൾസ് കൗൺസിൽ പാലക്കാട് ഘടകം രൂപീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.